വരവിന് ശേഷം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ ഇശാ വാങ്ങി കൊടുക്കുന്നവരെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഇരുത്തം നമ്മുടെ നന്മയുടെ തുലാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാരമുള്ള സൽക്കർമ്മമായി രേഖപ്പെടുത്തട്ടെ. സ്വർഗത്തിൽ ഇതിന്റെ തവാബ് കാണുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വലിയ സൽക്കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് നൽകുകയും ചെയ്യട്ടെ. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് മനുഷ്യന്റെ ബന്ധങ്ങളും ബന്ധനങ്ങളുമാണ്. പട്ടിയെയും പൂച്ചയെയും കാക്കയെയും മയിലിനെയും പ്രാവിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അവ ജനിച്ചു കഴിഞ്ഞാൽ തിന്നാൻ, കുടിക്കുക, ഉറങ്ങാൻ, ലഭിക്കുക, മരിക്കുക, ഇതിന്റെ അപ്പുറത്തേക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങളൊന്നും നോക്കുന്നില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരുപാട് കെട്ടുപാടുകളോടെയാണ് പറഞ്ഞയക്കുന്നത്. ആരും ഭൂമിയിൽ നിന്ന് കുരുത്തു വന്നതോ ആകാശത്ത് പൊട്ടി വീണവരോ അല്ല. ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, എളാമയുണ്ട്, മൂത്തമ്മയുണ്ട്, മൂത്താപ്പയുണ്ട്, എളാപ്പയുണ്ട്, ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, അളിയന്മാരുണ്ട്. ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾക്ക് നടുവിലാണ് ഓരോ മനുഷ്യനും ജനിച്ചു വരുന്നത്. ഈ ബന്ധങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യവും കൽപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സൃഷ്ടിച്ച എല്ലാറ്റിനെയും ഒന്ന് വിളിച്ചു നോക്കി. എല്ലാറ്റിനെയും സജൈവവും അജൈവവുമായ മൂർത്തവും അമൂർത്തവുമായ എല്ലാ സംഗതികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു നോക്കി. എന്നിട്ട് അല്ലാഹു അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ ചോദിച്ചു. അതിൽ റഹീം എഴുന്നേറ്റു, കുടുംബ ബന്ധം എഴുന്നേറ്റു. എന്നിട്ട് കുടുംബ ബന്ധം അല്ലാഹുവോട് ചോദിച്ചു, യാ അല്ലാഹ്, നിന്റെ ഈ കാണുന്ന എണ്ണമറ്റ സൃഷ്ടികൾക്ക് നടുവിൽ എന്റെ സ്ഥാനം എന്താണ്? എന്താണ് എനിക്കുള്ള സ്ഥാനം? അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, ആരാണോ നിന്നെ മുറിക്കുന്നത് അവൻ ഞാനുമായുള്ള ബന്ധം മുറിച്ചിരിക്കും. കുടുംബ ബന്ധം ഒരാൾ മുറിക്കാൻ തയ്യാറായാൽ അവൻ മുറിക്കുന്നത് അല്ലാഹുവുമായുള്ള ബന്ധമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചത്. കുടുംബ ബന്ധം മുറിക്കുന്നവരെ കുറിച്ച് ഫാസിഖീങ്ങൾ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസാദ് ഉണ്ടാക്കുന്നവനാണ്, കുഴപ്പക്കാരനാണ്. മുഫ്സിദിന്റെ മലയാളം നേർക്കുന്നത് തെമ്മാടി എന്നാണ്. തെമ്മാടിയാണ്. കുടുംബ ബന്ധം മുറിക്കാനുള്ള പണിയെടുക്കുന്നവൻ തെമ്മാടിയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പച്ചയായിട്ട് പറഞ്ഞിട്ടുള്ളത്. വൃത്തികേട് ചെയ്യുന്നവനാണ്. അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ശാപം അവന്റെ മേലെ ഉണ്ടാകട്ടെ എന്നുവരെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഈ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് വെക്കാൻ നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരന്മാർ, ഈ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് വെക്കാനുള്ള മാർഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമതായി അള്ളാഹുവുമായുള്ള ബന്ധം മുറിക്കുന്നവൻ, പടച്ച റബ്ബുമായുള്ള ബന്ധം മുറിക്കുന്നവൻ, അവൻ പിന്നെ വേറെ ആരുമായിട്ടും ബന്ധം ചേർത്തിട്ട് കാര്യമില്ല. മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് ബന്ധങ്ങളും നന്നാവണമെങ്കിൽ അവൻ ആദ്യം ചെയ്യുന്നത് അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുന്നത്, പടച്ച റബ്ബുമായിട്ടുള്ള ബന്ധം നന്നാക്കാന്നുള്ളതാണ്. അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കാൻ എന്താണ് വഴി? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇന്നലകളിലെ നമ്മുടെ മുൻഗാമികളായ സഹാബികൾ, അവരൊക്കെ അല്ലാഹുവിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും ചരിത്രം കേൾക്കുമ്പോൾ അക്ഷരാത്തിൽ കിടുങ്ങിപ്പോകും നമ്മൾ. മഹാനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഖുബൈബ് ഇബ്നു അദിയെ ബദർ യുദ്ധത്തിന് ശേഷമാണ് മക്കക്കാരായ ഖുറൈശികൾ പിടികൂടുന്നത്. അദ്ദേഹത്തെ പിടികൂടാൻ കാരണം എന്ന് വെച്ചാൽ ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്നിട്ട് ശക്തമായി ധീരമായി പോരാടിയ ആളാണ് ഖുബൈബ് ഇബ്നു അദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഖുർആൻ പഠിക്കാൻ കുറച്ച് പണ്ഡിതന്മാരെ വിട്ട് തന്നെ ഒരു ഗോത്രം പറഞ്ഞു. അവരുടെ സന്ദേശം മാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗോത്രത്തിന്റെ കൂടെ ആ കാലഘട്ടത്തിൽ തന്റെ അനുയായികൾക്കിടയിൽ ഉണ്ടായിരുന്ന അഗ്രഗണ്യരായ 70 പണ്ഡിതന്മാരെയാണ് അല്ലാഹുവിന്റെ റസൂൽ വിട്ടുകൊടുത്തത്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽബകം എന്നൊക്കെ പറഞ്ഞ്
കുറെ മഹാന്മാരെ കുറിച്ച് പൊക്കി പറയുന്ന സമയത്ത്, അമിതമായി പുകഴ്ത്തുന്ന സമയത്ത് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ഹൃദയത്തിൽ ആ വൃത്തികെട്ട ഉദ്ദേശം, ഹൃദയത്തിൽ ആ ക്രൂരമായ ഉദ്ദേശം വെച്ചിട്ട് ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ 70 ആളുകളെ വിട്ടു തരണമെന്ന് പ്രവാചകന്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ ഈ പറയുന്ന ആളുകളുടെ ഹൃദയത്തെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല എന്നൊരു വലിയ പാഠം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയ 70 പേരിൽ ഒരാളായിരുന്നു മഹാനായ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹു. ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹുവിനെ മക്കക്കാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ആ മക്കയുടെ അടുത്തുന്ന ഹറമിന്റെ പ്രദേശത്തിന് പുറത്തുള്ള ഒരു തുറസായ സ്ഥലമാണ് തൻഈം. ആ തൻഈമിലേക്ക് കൊണ്ടുവരികയാണ്. തൻഈമിലേക്ക് കൊണ്ടുവരുന്ന അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ കൈകാലുകൾ കെട്ടിയിട്ടിട്ടുണ്ട്, നിലത്തിങ്ങനെ പൊടിച്ചു വലിച്ച് ഏച്ചാണ് കൊണ്ടുവരുന്നത്. എത്ര ക്രൂരമായിരിക്കും ആ രംഗം. പക്ഷേ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ഒരു പേടിയോ ഒരു ബേജാറോ ഒരു സങ്കടമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ അക്ഷരാർത്ഥത്തിൽ പറയുന്നത്. അള്ളാഹുവിനെ അനുസരിച്ച്, അള്ളാഹുവിന് വിധേയപ്പെട്ട്, അള്ളാഹുവിന് വഴിപ്പെട്ട് മരണപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ പോലും അയാളെ വിളിക്കുന്നത് എന്താണ്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ. ആ സമാധാനവും ശാന്തിയും ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് കാണാൻ മരണം സംഭവിക്കാൻ പോവാണ്. പക്ഷേ അദ്ദേഹം സമാധാന ചിത്തനാണ്, അദ്ദേഹം ശാന്തനാണ്. ആ കുരിശിലേക്ക് കയറ്റുന്നതിന്റെ മുന്നേ ഹുബൈബ് തന്റെ ശത്രുക്കളോടായി, ഘാതകരോടായി പറഞ്ഞു, എനിക്ക് അവസാനത്തിൽ ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? എനിക്ക് 2 റക്അത്ത് ഒന്ന് നിസ്കരിക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ആളുകൾ പരസ്പരം അടക്കം പറഞ്ഞു, നിസ്കരിക്കാൻ വിടണ്ട, ഇവൻ നിസ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ട് ജീവിക്കാനുള്ള സമയം കൂട്ടി വാങ്ങിക്കാനുള്ള പുറപ്പാടാണ്. നിസ്കരിക്കാൻ സമ്മതിക്കണ്ട. എന്തിനാണ് നിസ്കരിക്കാൻ സമ്മതിക്കുന്നത്? അവനങ്ങനെ നിസ്കാരം നീട്ടിക്കൊണ്ടുപോകും. പക്ഷേ അതിൽ ചില ആളുകൾ പറഞ്ഞു, അവസാനത്തെ ആഗ്രഹമല്ലേ ആ മനുഷ്യൻ, അയാൾ നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ സമ്മതിക്കാണ്. 2 റക്അത്ത് ഏറ്റവും സുന്ദരമായ രീതിയിൽ വളരെ ഷോർട്ട് ആയിക്കൊണ്ട് ഹുബൈബ് റളിയല്ലാഹു ചെറുതായിട്ട് നിസ്കരിച്ചു, അധികമൊന്നും നീട്ടിയില്ല. സലാം വീട്ടിയതിനു ശേഷം ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എനിക്ക് മരിക്കാൻ പേടിയാണ് എന്നൊരു ആരോപണം നിങ്ങൾ എന്നെ കുറിച്ച് പറയുമെന്ന് പേടിയിരിക്കില്ലായിരുന്നു, ഞാൻ വീണ്ടും നിർത്തരുത്. കാരണം അദ്ദേഹത്തെ നിസ്കരിച്ച് കുരി തീർന്നിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തെ ആ കുരിശിൽ ഇങ്ങനെ തറച്ചുകൊണ്ടിരിക്കാൻ, കുരിശിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് മഴുകൊണ്ടും വാളുകൊണ്ടും ആഞ്ഞു കുത്തിക്കൊണ്ടിരിക്കാൻ. ഒരു മടിയില്ലാതെ മനുഷ്യന്മാർ ആലോചിച്ചു. അതിന്റെ മുൻനിരയിൽ നിന്ന് നോക്കുന്ന, ആ മുൻനിരയിൽ നിന്ന് കാണുന്ന പല മനുഷ്യന്മാരുണ്ട്. അപ്പോ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ കൂട്ടത്തിലെ ഒരാൾ ഹുബൈബിന്റെ ചെവിയിൽ പോയിട്ട് ചോദിച്ചു, ഹുബൈബ്, ഈ സ്ഥാനത്ത് മുഹമ്മദും, എന്നിട്ട് നീ നിന്റെ വീട്ടിൽ നിന്റെ കുടുംബത്തോടൊപ്പം സമാധാനമായി ഇരിക്കുകയും ചെയ്യുക എന്നൊരു സ്വപ്നത്തിന് മനസ്സിൽ തോന്നുന്നുണ്ടോ? അതായത് നീ ഇപ്പൊ തറച്ചു കൊല്ലപ്പെടാൻ, അടിച്ചും കുത്തിയും കൊല്ലപ്പെടാൻ, ഈ സ്ഥാനത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർത്തുക, എന്നിട്ട് നീ നിന്റെ കുടുംബത്തോടൊപ്പം വീട്ടിൽ സമാധാനമായി കഴിയുക എന്ന് നീ ആഗ്രഹിച്ചു പോകുന്നുണ്ടോ എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി റബ്ബിനെ തന്നെ സത്യം, വല്ലാഹി റബ്ബിനെ തന്നെ സത്യം, ഞാൻ എന്റെ വീട്ടിൽ എന്റെ കുടുംബത്തോടൊപ്പം സമാധാനമായിരിക്കുകയും എന്റെ പ്രവാചകന്റെ കാലിൽ മുള്ളു തറക്കുന്നത് പോലും സ്വപ്നം കാണാൻ എനിക്ക് കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹു. അത്രത്തോളം വിധേയരായിരുന്ന അല്ലാഹുവിനോടുള്ള സ്നേഹം. പടച്ചവനോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്ക് എന്റെ കുടുംബം വേണ്ട, എനിക്ക് എന്റെ ജീവിതം വേണ്ട, എനിക്ക് എന്റെ ജീവൻ വേണ്ട, എനിക്ക് എന്റെ ശരീരം വേണ്ട, ഒന്നും വേണ്ട, എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയാണ്. അത് നാവ് കൊണ്ട് നടത്തുന്ന കേവലം മധുര വ്യായാമല്ല, ഹൃദയത്തിൽ തൊട്ടിട്ടാണ് അവരൊക്കെ പറഞ്ഞത്, ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ സ്വലാത്തും എന്റെ നുസുഖും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം 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 ലോകങ്ങളെ പടച്ച അല്ലാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് അവര് ശക്തമായി പ്രഖ്യാപിച്ചു. അതവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണുകയും ചെയ്തു. ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹു ആ തനഈമിൽ വെച്ച് മരണപ്പെട്ടു. പക്ഷേ
അത്തരത്തിലുള്ള മനുഷ്യന്മാരുടെ മരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പല അത്ഭുതങ്ങളും കാണിക്കും. സഈദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ കൊല്ലുമ്പോൾ ആ കൂട്ടത്തിൽ, ആ കൊലപാതകം നോക്കി നിന്നൊരു കൂട്ടത്തിൽ അതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. സഈദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ രംഗം കണ്ട് തിരിച്ചു പോയത് തൊട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ വേദനിക്കാൻ, അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടാൻ തുടങ്ങി. എന്ത് രംഗാണ് ഞാൻ കണ്ടത്? ഒരു പച്ച മനുഷ്യനെ കോടാലി കൊണ്ടും മഴുകൊണ്ടും വാളുകൊണ്ടും ആവർത്തിച്ച് ഒരുപാട് ചുറ്റിരുന്നു കൊല്ല. അങ്ങനെ ആ മനുഷ്യനിൽ ഇങ്ങനെ ആലോചിച്ച് വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങളോളം സഈദിന്റെ മനസ്സിൽ ഒരു വേദനയും ഈ പ്രയാസവും ഇങ്ങനെ ആവർത്തിച്ചു വന്നുകൊണ്ടേയിരുന്നു. അവസാനം അത് കലാശിച്ചത് ഞാനിതാ ഏകനായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. കാരണം ആ ഒരു കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ അലട്ടി, വർഷങ്ങളോളം അലട്ടി. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ചു, ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോ സഈദിനെ സിറിയയിലെ ഹോംസ് പ്രവിശ്യയുടെ ഗവർണറായി നിയമിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ ഗവർണറായി നിയമിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അത്ര പെർഫെക്റ്റ് ആയിരിക്കണം. വെറുതെ ഒരാളെ തിരഞ്ഞെടുക്കില്ല. ദുനിയാവിനോട് വിരക്തിയുള്ള, അല്ലാഹുവിനോട് അങ്ങേയറ്റം അടുപ്പമുള്ള, പ്രവാചകനോട് അടുത്ത് നിൽക്കുന്ന സ്വഹാബിമാരെ മാത്രമേ ഉമർ റളിയല്ലാഹു അൻഹു അത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് അദ്ദേഹത്തിന് 1000 തവണ ബോധ്യപ്പെട്ട മനുഷ്യന്മാരെ മാത്രമേ അദ്ദേഹം ഭരണേൽപ്പിക്കുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു ഹോംസ് പ്രവിശ്യയുടെ ഗവർണറായി ഈ സഈദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ കുറച്ചു നാൾ അങ്ങോട്ട് കഴിഞ്ഞു. ആ പ്രവിശ്യയിലെ ആളുകളോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സഈദിനെ കുറിച്ചുള്ള അഭിപ്രായം? ആ സഈദിനെ കുറിച്ച് അവർ 4 പരാതികൾ പറഞ്ഞു. സഈദിനെ കുറിച്ച് ഞങ്ങൾക്ക് 4 പരാതികളുണ്ട്. എന്തൊക്കെയാണ് പരാതി? ഒന്നാമത്തെ പരാതി, അദ്ദേഹം സൂര്യൻ ഉദിച്ചാലല്ലാതെ, പകൽ സമയത്തല്ലാതെ, അദ്ദേഹം സൂര്യൻ നന്നായിട്ട് ഉദിച്ചു പൊങ്ങിയാലല്ലാതെ അദ്ദേഹം പുറത്തേക്ക് വരാറേയില്ല എന്നതാണ് ഒന്നാമത്തെ പരാതി. രണ്ടാമത്തെ പരാതി, ഏത് ഔദ്യോഗിക വിഷയങ്ങൾക്കും രാത്രി സമയത്ത് ഒരു പരിഹാരം കാണാൻ അദ്ദേഹത്തിന് അത് പോയാൽ അതിന് പരിഹാരം കാണില്ല, അദ്ദേഹത്തെ കണ്ടു കിട്ടൂല, അദ്ദേഹം അവൈലബിൾ അല്ല ആ സമയത്ത്. മൂന്നാമത്തെ പരാതി എന്ന് പറയുന്നത്, മാസത്തിൽ ചില ദിവസങ്ങളിൽ ഗവർണർ പുറത്തിറങ്ങിയേയില്ല, പുറത്തേക്ക് വരില്ല, വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും, ഓഫീസിൽ ഓടി വരില്ല, ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് ഒന്നും വരില്ല. നാലാമത്തേത്, ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഔദ്യോഗിക കർത്തവ്യത്തിനിടയിൽ ഈ മനുഷ്യ ബോധം കിട്ടുപോകും, ഇടക്കിടക്ക് ബോധം കിട്ടുപോകും. ഈ 4 പരാതികളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സഈദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കിട്ടിയത്. ഈ 4 പരാതികൾക്ക് വിശദീകരണം നൽകാൻ ഉമർ റളിയല്ലാഹു അൻഹു സഈദ് റളിയല്ലാഹു അൻഹു കത്തെഴുതി. സഈദ് റളിയല്ലാഹു അൻഹു ഈ 4 പരാതികൾക്ക് ഓരോന്നിനായി കാരണം പറയാൻ. അതിൽ ഒന്നാമത്തെ നോക്കണം, ഒരു പ്രവിശ്യയിലെ ഗവർണറായി സ്ഥാനക്കയറ്റം കിട്ടിയിട്ടും ഈ 4 പരാതികളുടെ വിശദീകരണം എന്താണെന്ന് ആ സ്വഹാബി വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദുനിയാവിൽ എത്രത്തോളം ഉന്നതിയിലും പടച്ചറപ്പ് എത്തിച്ചാലും ആ ഉന്നതിയിൽ നിന്നുകൊണ്ട് റബ്ബിന് സർവം സമർപ്പിക്കുന്ന മനുഷ്യർ, അല്ലാഹുവുമായി അഗാധവും അഭേദ്യവുമായ ബന്ധം ആവർത്തിച്ച് ഊട്ടി ഉറപ്പിക്കുന്ന മനുഷ്യർ. സഈദ് റളിയല്ലാഹു അൻഹു മറുപടി പറയാണ്, ഒന്നാമതായി ഞാൻ സൂര്യൻ ഉദിച്ചാൽ മാത്രം പുറത്തു വരുന്നതിന്റെ കാരണം എന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ഭക്ഷണത്തിന്റെ മാവുകൾ അത് പുറത്തു നിന്ന് വാങ്ങിക്കാനുള്ള കഴിവെനിക്കില്ല, അതിനുള്ള പണം എനിക്കില്ല. എന്റെ കുടുംബത്തിന് ഒരു വേലക്കാരിയെ വെച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടുന്ന ഭക്ഷണത്തിന്റെ മാവുകൾ കുഴച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണത്തിന്റെ ഏർപ്പാടുകൾ സ്വന്തം ചെയ്തിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളത്. ശുഭ നമസ്കാരം കഴിഞ്ഞാൽ എന്റെ പണി ഇതാണ്, ജോലി ഇതാണ്. അതുകൊണ്ടാണ് സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രം പുറത്തേക്ക് വരാൻ എനിക്ക് സാധിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചെഴുതി. രണ്ടാമത്തെ കാരണം, അദ്ദേഹം രാത്രി അദ്ദേഹത്തെ കാണുകയില്ല, രാത്രി അദ്ദേഹത്തെ ഒരു കാര്യത്തിന് കിട്ടൂല എന്ന് പറഞ്ഞ ആ പരാതിക്ക് സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പകൽ സമയം അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒഴിച്ചു വെക്കുന്നു, എന്നാൽ രാത്രി സമയം ഞാൻ എന്റെ റബ്ബിന് വേണ്ടി ഒഴിച്ചു വെക്കുകയാണ്. എന്റെ റബ്ബുമായുള്ള രഹസ്യമായ മുനാജാനത്തിന് വേണ്ടി, അവനുമായുള്ള രഹസ്യമായ സംഭാഷണത്തിന് വേണ്ടി ഞാൻ രാത്രി കാലം ഒഴിച്ചു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുമായി അടുപ്പമുള്ള മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം
ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വമുഖാമ. രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതിന്റെ 1 മണിക്കൂർ മുന്നെയോ 1/2 മണിക്കൂർ മുന്നെയോ എഴുന്നേറ്റ് ഉറങ്ങാൻ പൂതിയില്ലാഞ്ഞിട്ടല്ല, അങ്ങേയറ്റം പൂതിയുണ്ട്. അടുത്ത് കിടന്നുറങ്ങുന്ന ഭാര്യ ഉറങ്ങുന്നത് കാണുമ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടി ഉറങ്ങിക്കോ എന്ന് ശൈത്താൻ പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ. അവരവരുടെ ശരീരങ്ങളെ കിടക്കപ്പായിൽ നിന്ന് വിരിപ്പിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹുവിനെ ഭയപ്പാടോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും വിളിച്ചുകൊണ്ടവരതാ, വിളിക്കുന്നതിന് വേണ്ടി അവരതാ, ദുആ ചെയ്യുന്നതിന് വേണ്ടി അവരതാ ആ കിടക്കപ്പായിൽ നിന്ന് സ്വന്തം ശരീരത്തെ പറിച്ചെടുക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന പ്രാർത്ഥനയും ചൊല്ലി ബാത്റൂമിലേക്ക് പോയി വുളൂ ചെയ്ത് അവർ നിസ്കരിക്കാൻ വന്ന് നിൽക്കുകയാണ്. അവരങ്ങനെ അല്ലാഹുവിനോട് ആ സമയത്തുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ശരിയായ രീതിയിൽ റസൂലിന്റെ ചര്യ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് അധികം താമസിയാതെ വേറെ ദീനിയായ ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കിടന്നുറങ്ങി ആ ഉറക്കത്തിന്റെ ക്ഷീണൊക്കെ കഴിഞ്ഞ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആ തഹജ്ജുദിന്റെ സമയത്ത് അല്ലാഹുവിനോട് കാര്യങ്ങൾ പറയാനുള്ള ഒരു തൗഫീഖ് നമുക്കുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ അതിനേക്കാൾ വലിയൊരു വേറെ തൗഫീഖില്ല. എന്റെ ഈ സംസാരം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ആ ഒരു സംഭാഷണത്തിന് ഭാഗ്യം ലഭിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, വസിയത്ത് ചെയ്യുക. ഇരിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി എനിക്ക് ദുആ ചെയ്യണം. കാരണം മഹാരഥന്മാരായ മനുഷ്യർ അതൊരിക്കലും ഒരു അല്ലാഹുമായി രഹസ്യം പടച്ചോളാമത്തെ ആകാശത്ത് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നത് എന്റെ ആവശ്യം എന്നോട് ചോദിക്കേ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടി ഞാൻ നിങ്ങൾക്ക് പുറത്തിറങ്ങുമെന്ന് അള്ളാഹു പറയാൻ. ആ സമയത്ത് ആ വിളി കേട്ടിട്ട് അവർ എഴുന്നേൽക്കാൻ, എന്നിട്ട് അള്ളാഹുവിനോട് സംഭാഷണം നടത്താൻ, അള്ളാഹുവിനോട് കരയാണ്. സയ്യിദ് റളിയല്ലാഹു പറഞ്ഞു, രാത്രി എന്നെ കിട്ടാത്തത് അത് ഞാൻ എന്റെ റബ്ബിന് വേണ്ടി മാറ്റിവെച്ച സമയമാണ്, അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച സമയമാണ്. ഇത് ശിക്ഷകൾക്ക് കൊടുക്കാൻ പറ്റൂല. ഞാൻ രാത്രിയിൽ ദീർഘനേരം നിസ്കരിക്കുന്നു. മൂന്നാമത്തെ പരാതിയായി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, മാസത്തിൽ ചില ദിവസങ്ങളിൽ അദ്ദേഹം വീടിന്റെ പുറത്തേക്കേ വരും. എവിടെയും കാണാൻ പറ്റും. അത് പറഞ്ഞപ്പോ അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആകെ ഉള്ളത് ഒരൊറ്റ ഡ്രസ്സാണ്. നോക്കണം, നിങ്ങൾ ഒരു നാടിന്റെ ഒരു പ്രവിശ്യയുടെ ഗവർണറാണ്. അദ്ദേഹം പറയുന്നത്, എനിക്ക് ആകെ ഉള്ളത് ഒരൊറ്റ ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് എനിക്ക് അലക്കി ഉണങ്ങാൻ ചില ദിവസങ്ങളിൽ തണുപ്പ് കാലത്താണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, വീട്ടിന്റെ ഉള്ളിൽ അത് ആറാൻ വേണ്ടി നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്തത് എന്ന് മനുഷ്യൻ പറയാണ്. നാലാമത്തതിന് കാരണമായി സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, റളിയല്ലാഹു അൻഹുവിനോട് പിന്നെ ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോ പബ്ലിക്കിൽ വെച്ച്, പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഞാൻ ഇടക്കിടക്ക് ബോധം കിടുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഹുബൈബ് ഇബ്നു അദീന്റെ മരണത്തിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ സഹോദരന്റെ മരണത്തിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം വാളുകൊണ്ടും കോടാലി കൊണ്ടും കുത്തി കൊല്ലപ്പെടുമ്പോ, അദ്ദേഹത്തിന്റെ രക്തം ചിന്തപ്പെടുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി ഹുബൈബ് എന്ന് പറയുന്ന എന്റെ സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മുന്നിൽ കൊല്ലപ്പെടുമ്പോ ഒരു വാക്ക് കൊണ്ട് പോലും എതിർക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ രംഗങ്ങൾ ഓർമ്മ വരുന്ന സമയത്ത് എനിക്ക് എന്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോകും. ആ രംഗങ്ങൾ എന്റെ മനസ്സിലേക്ക് തികട്ടി വരുമ്പോ എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറും, എന്റെ കൈകാലുകൾ വറക്കും, എനിക്ക് എന്റെ ബോധം നഷ്ടപ്പെടും, ഞാൻ ബോധം കെട്ടി താഴേക്ക് വീഴും. ഇതുകൊണ്ടാണ് എനിക്ക് ഇടക്കിടക്ക് ബോധക്കേട് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി വായിച്ചിട്ട് പൊട്ടി പൊട്ടി കരയാണ്. നോക്ക് നിങ്ങൾ, ജീവിതത്തിന്റെ അവസാനം വരെ സഈദ് റളിയല്ലാഹു അൻഹു ഹുബൈബിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴെല്ലാം ഹുബൈബിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴെല്ലാം അദ്ദേഹം ബോധം കെട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി മനുഷ്യരൊക്കെ നടത്തിയ സമർപ്പണത്തിൽ നമ്മളൊക്കെ എന്താണ് ചെയ്ത് പറയപ്പെട്ടവരെ? ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ റബ്ബിന് വേണ്ടി എന്ത് ത്യാഗമാണ് ചെയ്തത്, എന്ത് ദുരിതമാണ് നമുക്ക് റബ്ബിന് വേണ്ടി സഹിക്കേണ്ടി വന്നത്. ലുബൈന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, ഒരു അടിമ സ്ത്രീ. ലുബൈന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു, ഉമർന്റെ ഗോത്രത്തിന്റെ അടിമയായിരുന്നു. ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുന്നേ ലുബൈനയെ അടിക്കും. ഇസ്ലാം സ്വീകരിച്ചത് കാരണം ലുബൈനയെ അടിക്കും. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചവരെ അടിക്കും, ചമ്മട്ടി കൊണ്ടാണ് അടിക്കുക, ആവർത്തിച്ച് അടിക്കും.
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം അത്രത്തോളം വരേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഓരോ അടി എന്ന് പറയുന്നത് അതിശക്തമാണ്. അങ്ങനെ അദ്ദേഹം കിതച്ചിട്ട് അദ്ദേഹം തകർന്ന് നിർത്തി കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ലുബൈനയോട് പറയും, ഞാൻ നിർത്തിയത് നിന്നോട് പാപം തോന്നിയിട്ടോ കരുണ തോന്നിയിട്ടോ അല്ല, ഞാൻ തളർന്നിട്ട് നിർത്തിയതെന്ന് പറയും. ലുബൈന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉമറിനോട് തിരിച്ചു പറയും, ഉമർ നിന്റെ റബ്ബിനെ, അങ്ങയുടെ റബ്ബിനെ അങ്ങ് വിധേയപ്പെട്ടിട്ടില്ലെങ്കിൽ, അങ്ങയുടെ റബ്ബിനെ അങ്ങ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്യുന്നതിനേക്കാൾ കഠിനമായിരിക്കും നാളെ പരലോകത്ത് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ചെയ്യുക എന്ന് ലുബൈന റളിയല്ലാഹു അൻഹ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന, പ്രിയപ്പെട്ടവരെ, ഒന്നും പ്രതികരിക്കാൻ പോലും കഴിയാത്ത ദുർബലയായ ഒരു അടിമ സ്ത്രീ. ആ അടിമ സ്ത്രീ രാവിലെ മുതൽ ഉച്ചവരെ അതിശക്തനായ ഒരു പുരുഷന്റെ കയ്യിൽ നിന്ന് ആവർത്തിച്ച് അടി വാങ്ങിയിട്ടും ഈമാനിൽ ഒരു കുറവ് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈമാനിൽ ഒരു പൊടി പോലും കുറഞ്ഞു പോയിട്ട് ആയിട്ടില്ല എന്നുള്ളതാണ്. ഉമ്മു ഉബൈസ് എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ബനൂ തൈം ഗോത്രത്തിന്റെ അടിമ സ്ത്രീയാണ് ഈ ഉമ്മു ഉബൈസ്. അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോ ഈ ബനൂ തൈം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു അടിമ കൂടി ഇസ്ലാം സ്വീകരിക്കാതിരിക്കാൻ അത്രക്ക് ക്രൂരമായ ശിക്ഷ ഉമ്മു ഉബൈസിന് കൊടുക്കണം. അത്രക്ക് ക്രൂര ശിക്ഷ കൊടുക്കണം. കാരണം അത് കണ്ടിട്ട് വേറൊരാൾ ഇസ്ലാം സ്വീകരിക്കരുത്. വേറൊരു അടിമ സ്ത്രീയോ അടിമയോ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് അവർ ഈ ഉമ്മു ഉബൈസിനെ കഠിനമായി പീഡിപ്പിച്ചു, കഠിനമായി പ്രയാസപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ഇരുമ്പിന്റെ ഒരു വസ്ത്രം ഉണ്ടാക്കി. ഈ ഇരുമ്പിന്റെ വസ്ത്രം ചുട്ടുകൊള്ളുന്ന വെയിലത്ത് വെച്ച് ചൂടാക്കി നന്നായി പഴുപ്പിച്ചു. എന്നിട്ട് അതേ വെയിലത്ത് ഉമ്മു ഉബൈസിനെ കൊണ്ടുവന്നിട്ട് ഈ ചൂടുള്ള ഇരുമ്പിന്റെ പഴുത്ത ഇരുമ്പിന്റെ വസ്ത്രം അവരെ ധരിപ്പിച്ചു. അവര് വേദന കൊണ്ട് വറച്ചു പോന്നു. ഉമ്മു ഉബൈസിന്റെ മേലെ ഈ പറയുന്ന ബനൂ തൈം ഗോത്രത്തിലെ മുശ്രിക്കുകളായ പല ആളുകളും മാറി മാറി കയറി നിന്നു. എന്നിട്ട് അവരുടെ ആ വസ്ത്രമില്ലാത്ത സ്ഥലങ്ങളിൽ ചാട്ടവാറുകൊണ്ടും ചമ്മട്ടി കൊണ്ടും ആവർത്തിച്ചടിച്ചു. ആ സമയത്ത് ഉമ്മു ഉബൈസ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. കാരണം അവരുടെ ആവശ്യം ഒന്ന് ലാത്തയെ സ്തുതിക്കുക, ഒന്ന് ഉസ്സയെ സ്തുതിക്കുക, ഒന്ന് മനാത്തയെ സ്തുതിക്കുക. അത്രത്തോളം വേദനയും പ്രയാസവും അനുഭവിക്കുമ്പോഴും ഉമ്മു ഉബൈസ് എന്ന് പറയുന്ന ആ അടിമ സ്ത്രീ, ആ അടിമ പെണ്ണിന്റെ നാവിൽ നിന്ന് വളരെ നേരത്തെ ശബ്ദത്തിൽ വന്നത്, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹു ഏകനാണ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ് എന്ന് ആവർത്തിച്ചുള്ള വാക്കുകൾ മാത്രമാണ് ഈ ലുബൈനയെയും ഈ ഉമ്മു ഉബൈസിനെയും ബിലാലിനെയും അമ്മാറിനെയും യാസറിനെയും എല്ലാം മോചിപ്പിച്ച ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ലുബൈനയെ കണ്ടു. ലുബൈനയുടെ മുതലാളിമാരായ അദീ ഗോത്രത്തിലെ അവരോട് സംസാരിച്ചു, വലിയ വില പറഞ്ഞു, കൊടുത്തു. വലിയ വില പറഞ്ഞു. ആ വില കൊടുത്ത് വാങ്ങിച്ച് ലുബൈനയെ സ്വതന്ത്രമാക്കി. ഉമ്മു ഉബൈസിനെ കണ്ടു. ഇവർ വലിയ ബനൂ തൈം ഗോത്രം വലിയ വില പറഞ്ഞു. ആ വില മുഴുവനും കൊടുത്തു, മോചിപ്പിച്ചു. ഇങ്ങനെ മോചിപ്പിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബൂ ഖുഹാഫ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിക്കുന്നുണ്ട്, അബൂബക്കർ, നീ നിന്റെ പണം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, ഏതായാലും ശക്തരായ അടിമകളെ വാങ്ങി മോചിപ്പിക്കരുത്. ശക്തരായ പുരുഷന്മാരായ അടിമകളില്ലേ, അവരെ വാങ്ങി മോചിപ്പിച്ച് നാളെ നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് നിന്റെ കൂടെ നിൽക്കാൻ ആ അടിമകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ എന്റെ പണം ചെലവഴിച്ചുകൊണ്ട് ഈ ആളുകളെ മോചിപ്പിക്കുന്നത് ഒരിക്കലും നാളെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെന്റെ പിന്നിൽ നിൽക്കണമെന്ന ആഗ്രഹത്തോടെ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ അജ്റിനും സവാബിനും വേണ്ടി മാത്രമാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോ അദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് 40,000 ദിർഹമാണ്. ആ 40,000 ദിർഹം ഇന്നത്തെ എഴുത്ത് വെച്ച് നോക്കുമ്പോൾ കോടികളുണ്ടാവും. 40,000 ദിർഹം എന്ന് പറയുമ്പോൾ ഇന്നത്തെ എഴുത്ത് വെച്ച് നോക്കുമ്പോൾ കോടീശ്വരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം പോയി. അമ്മാറിന് വേണ്ടി സമ്പത്തിന്റെ വലിയൊരു ഭാഗം പോയി. ലുബൈനക്ക് വേണ്ടി സമ്പത്തിന്റെ വലിയൊരു ഭാഗം പോയി. ഉമ്മു ഉബൈസിന് വേണ്ടി സമ്പത്തിന്റെ വലിയൊരു ഭാഗം പോയി. ഇതൊന്നും റിട്ടേൺ കിട്ടാത്ത ഇൻവെസ്റ്റ്മെന്റ്, ഒരിക്കലും ഇത് റിട്ടേൺ കിട്ടാൻ പോകുന്നില്ല. ആരും ഇതിന് ഒരു ലാഭവും തരാൻ പോകുന്നില്ല. കൊടുത്ത് അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ
മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ യാത്രാ ചെലവിനായി ബാക്കിയുണ്ടായിരുന്നത് 5000 ദിർഹം മാത്രമാണ്. 35,000 ദിർഹം. ഒരു പുരുഷായുസിന്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന്റെ ആ ദീനിനു വേണ്ടി, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച പാവപ്പെട്ടവരായ അശരണരായ മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ചെലവഴിക്കൽ. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണക്കാരനായി മാറിയിട്ടില്ല എന്നതാണ്. അദ്ദേഹത്തിന്റെ ആ സമ്പാദ്യം മുഴുവൻ അദ്ദേഹം ഇതിനു വേണ്ടി ചെലവഴിച്ചു. ഇതാണ് അല്ലാഹുമായുള്ള ബന്ധം പ്രിയപ്പെട്ടവരെ, ഇതാണ് അല്ലാഹുമായുള്ള ബന്ധം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അനുയായി ഉണ്ടായിരുന്നു. അടിമയൊന്നുമല്ല, ഒരു സ്വതന്ത്രനാണ്. ജുലൈബീബ് എന്നാണ് ആ അനുയായിയുടെ പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ജുലൈബീബിനെ കുറിച്ച് പറയുന്നത് മക്കക്കാര് സൗന്ദര്യത്തിന്റെ അടയാളമായി പറഞ്ഞിരുന്ന ഒന്നും ജുലൈബീബിനില്ല. സൗന്ദര്യത്തിന്റെ അടയാളമായി അവർ കണക്കൂട്ടിയ ഒന്നുമില്ല. ഹൈറ്റ് ഉണ്ടോ? ഇല്ല. വെളുത്തിട്ടാണോ? അല്ല, കറുത്തിട്ടാണ്. മൂക്കൊക്കെ വണ്ണം വെച്ച് ചിരിയൊക്കെ തടിച്ച് ഒരു കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടാത്ത രൂപം, കണ്ടാൽ ആരും സ്വീകരിക്കാത്തൊരു രൂപം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, ജുലൈബീബ് മരിച്ചപ്പോൾ റസൂൽ പറഞ്ഞ ചില വാക്കുകളൊക്കെ നമ്മൾ കരയിപ്പിച്ചു. ആരും മൈൻഡ് ചെയ്യാത്തൊരു മനുഷ്യൻ, അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന വേദനകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. അല്ലാഹുവിന്റെ റസൂൽ ഇടപെട്ടിട്ട് ജുലൈബീബിനെ കല്യാണം കഴിപ്പിച്ചു. അതുവരെ ചെയ്തു. അവസാനം ഒരു യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആളുകൾ ഇങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ എണ്ണി പറയാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഇവരൊക്കെ നഷ്ടപ്പെട്ടിട്ട്, എന്നാൽ എനിക്ക് ജുലൈബീബിനെ നഷ്ടപ്പെട്ടു. ആ ജുലൈബീബിനെ നിങ്ങളൊന്ന് തെരഞ്ഞു നോക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ കുറിയ മനുഷ്യൻ കമിഴ്ന്ന് വീണു കമിഴ്ന്നിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ആ ദുർബലനായ കുറിയ മനുഷ്യന്റെ ചുറ്റിലും 7 ശത്രുക്കളാണുള്ളത്. ആ 7 ശത്രുക്കളോട് പടവരുത്തിയിട്ട്, ആ 7 ശത്രുക്കളെയും വകവരുത്തിയിട്ടാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അതെപ്പോഴാണെന്ന് അറിയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട് എത്രയോ നാളായി താൻ ആഗ്രഹിച്ച ഒരു വിവാഹം പ്രവാചകൻ ശരിയാക്കി കൊടുത്തു. ഒരു അൻസാരി കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയെ തരപ്പെടുത്തി. ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ മധുവിധു തീരുന്നതിന്റെ മുന്നേയാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ യാത്ര ഉണ്ടാകുന്ന പ്രിയപ്പെട്ടവരെ. ഈ ഷഹാദത്ത് അദ്ദേഹം നേടിയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ്. അവരുടെ ജീവിതമോ അവരുടെ വീടോ അവരുടെ കുടുംബമോ അവരുടെ കച്ചവടമോ ഒന്നും അവർക്ക് അല്ലാഹുവിനേക്കാൾ വലുതായിരുന്നില്ല. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. അല്ലാഹുവിന്റെ വാക്ക്, നിങ്ങളുടെ ഉപ്പമാരോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ ഭാര്യമാരോ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങളുടെ വീടുകളോ നിങ്ങളുടെ കച്ചവടങ്ങളോ അല്ലാഹുവിനേക്കാൾ അവന്റെ പ്രവാചകനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക. അവന്റെ കൽപ്പന വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക എന്നാണ് പറഞ്ഞത്. ഈ ആയത്തൊക്കെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവിനെ കഴിഞ്ഞ് വേറൊന്നുമില്ല, പടച്ചറപ്പിനെ കഴിഞ്ഞ് വേറൊന്നുമില്ല എന്ന് 1000 തവണ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചാലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മുഴുവൻ. ഉമർ റളിയല്ലാഹു അൻഹു സിറിയ കീഴടക്കിയിട്ട്, പട്ടാളം സിറിയ കീഴടക്കിയിട്ട് വിജയവാർത്ത വന്നതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് പോകുന്ന ഒരു പോക്കുണ്ട്. ആ പോക്ക് വല്ലാത്തൊരു അത്ഭുതമാണ്. സുഹൃത്തിന്റെ അങ്ങേ അറ്റമാണ് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത്. ഒരുപാട് തുളകൾ വന്നിട്ട് ആ തുളകളൊക്കെ പീസ് വെച്ച് തുന്നിയിട്ട ഡ്രസ് ഇട്ടിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് പോകുന്നത് എങ്ങനെയാ? ഒറ്റ കഴുതയാണുള്ളത്. 2 യാത്രക്കാരും ഒറ്റ കഴുത. ആ കഴുതപ്പുറത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യനും അദ്ദേഹത്തിന്റെ സേവകരും ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം സഞ്ചരിക്കും, എന്നിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഭൃത്യൻ കയറും, അദ്ദേഹം കുറച്ചു നേരം സഞ്ചരിക്കും, കാലി കഴിയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കയറും. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലം ഇങ്ങനെ മാറി 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 സഞ്ചരിക്കാണ്. സിറിയയുടെ അതിർത്തിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ജലാശയമുണ്ട്, ചെറിയൊരു നദി പോലെയുണ്ട്. ആ നദി കടക്കുമ്പോൾ കഴുതപ്പുറത്ത് കയറാനുള്ള ഊഴം ഭൃത്യന്റെതാണ്. ആ ഭൃത്യനെ കഴുതപ്പുറത്തിരുത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ
ചെരുപ്പെടുത്ത് കയ്യിൽ വെച്ചിട്ട് ആ ചെരുപ്പ് തന്റെ കക്ഷത്തേക്ക് വെച്ചിട്ട് തന്റെ വസ്ത്രം പൊക്കി പിടിച്ചിട്ട് ആ നദി കടക്കുന്ന ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു പ്രിയപ്പെട്ടവരെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും ഖ്യാതി പറഞ്ഞതിന് ശേഷം ഖലീഫ ഉമർ എന്ന് പേരറിയാത്ത ഭരണാധികാരികൾ ലോകത്താരും ബാക്കിയില്ല. പേർഷ്യയും റോമും മുഴുവൻ ഖലീഫ ഉമറിനെ കുറിച്ച്, അമീറുൽ മുഅ്മിനീനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആ അമീറുൽ മുഅ്മിനീനാണ് ആകെയുള്ള കഴുതപ്പുറത്ത് തന്നെ വൃത്തിനെ ഇരുത്തിയിട്ട് ചെരുപ്പെടുത്ത് കയ്യിലെ കക്ഷത്തിൽ വെച്ച് തന്റെ വസ്ത്രം പൊക്കി പിടിച്ചിട്ട് ആ നദി മുറിച്ചു കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്രയേറെ സൗഭാഗ്യങ്ങളും എത്രയേറെ അധികാരങ്ങളും എത്രയേറെ ആഡംബരം കൊണ്ട് മൂടാനുള്ള പണവും സൗഭാഗ്യവും മുഴുവനും വന്നപ്പോഴും അവർ അല്ലാഹുമായുള്ള ബന്ധം വിട്ടിട്ടില്ല, ദുനിയാവിനും മയങ്ങിപ്പോയിട്ടില്ല. പടച്ചറപ്പിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ചുള്ള ചിന്തയും ആലോചനയും മാത്രമായിരുന്നു പ്രിയപ്പെട്ടവരെ. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ തിരിച്ചു ഓർക്കാം. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, നിങ്ങൾ നന്ദികേട് കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹുവിനോടുള്ള നന്ദി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് എനിക്ക് വേണ്ടിയോ അവൾക്ക് വേണ്ടിയോ അല്ല, അല്ലാഹുവിന് വേണ്ടിയാണ്. ഞാൻ എന്റെ മക്കളെ സ്നേഹിക്കുന്നത് എനിക്ക് വേണ്ടിയോ അവർക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന് വേണ്ടിയാണ്. ഞാൻ എന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് എനിക്ക് വേണ്ടിയോ അവർക്ക് വേണ്ടിയോ അല്ല, അല്ലാഹുവിന് വേണ്ടിയാണ്. ഞാൻ നീതിമാനാകുന്നത്, ഞാൻ സത്യസന്ധനാകുന്നത്, ഞാൻ ചിലവഴിക്കുന്നവനാകുന്നത്, ഞാൻ നിസ്കാരക്കാരനാകുന്നത്, ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള കളവുകളിൽ നിന്നും മാറി നിൽക്കുന്നത് എനിക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയോ ആർക്ക് വേണ്ടിയുമല്ല, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്. അതാണ് വിശ്വാസികളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സൂറത്തുൽ ദഹറിലൂടെ അല്ലാഹു പറഞ്ഞില്ലേ, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ. അവർ പാവപ്പെട്ടവരെയും അടിമകളെയും തടവുകാരെയും അന്നം മൂട്ടുന്നവരാണ്. ആ അന്നം മൂട്ടുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഞങ്ങൾ നിങ്ങളെ ഭക്ഷണം കൂട്ടുന്നത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ നിന്നൊരു പ്രത്യുപകാരമോ ഒരു നന്ദി വാക്കോ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് മുഖം കരിഞ്ഞു പോകുന്ന ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുകയാണ്. അക്കാരണം കൊണ്ട് ആ ദിവസത്തിന്റെ എല്ലാ ശത്രുക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിച്ചിരിക്കുകയാണ്. വലഖാഹും നദറതൻ വസുറൂറാ. എന്നിട്ട് അവരുടെ മുഖത്തേക്ക് സന്തോഷത്തെയും തെളിമയെയും അല്ലാഹു ഇട്ടുകൊടുത്തിരിക്കുകയാണ്. വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. ഒഴുകുന്ന നദിയുള്ള സുന്ദരമായ പൂന്തോപ്പുകൾ അവർ പ്രവർത്തിച്ചതിന് ക്ഷമിച്ചതിന്റെ ഫലമായി അല്ലാഹു നൽകുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന് വേണ്ടി ജീവിച്ചതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബ ജീവിതം നന്നാകുന്നതിന്, നമ്മുടെ സാമൂഹ്യ ജീവിതം നന്നാകുന്നതിന്, നമ്മുടെ വൈയക്തിക ജീവിതത്തിൽ ശുദ്ധി ഉണ്ടാകുന്നതിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് അല്ലാഹുവുമായുള്ള ബന്ധം നന്നാക്കുക എന്നതാണ്. അല്ലാഹുവുമായുള്ള ഇഷ്ടം കൂട്ടുക എന്നതാണ്. അല്ലാഹുവിനോടുള്ള അനുസരണ കൂട്ടുക എന്നതാണ്. അല്ലാഹുവിനോടുള്ള അനുസരണ കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതാദ്യമായി പ്രതിഫലിക്കുക നമ്മുടെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിലായിരിക്കും. ഈ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ ഏറ്റവും ഭാഗ്യമുള്ളവരാണെന്നറിയോ? ഈ കൂട്ടത്തിൽ ലോകത്ത് ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നവരാണ്. ഒരു സംശയമാണ്. ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നവരാണ് ഈ കൂട്ടത്തിലേക്ക്. ഇത് ഞാൻ പറഞ്ഞതല്ല, പല പണ്ഡിതന്മാരും പറഞ്ഞതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ കുറെ തെറ്റ് ചെയ്തു, ഒരുപാട് പാപം ചെയ്തു, എന്താ പരിഹാരം? ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, ഉമ്മയുണ്ടോ? ഉണ്ട്. എങ്കിൽ ഓടുക, നീ പെട്ടെന്ന് പോകുമ്പോൾ എടുത്തേക്ക്. എന്നിട്ട് ആ ഉമ്മയെ നീ സേവിക്കുക, ആ ഉമ്മയെ നീ സന്തോഷിപ്പിക്കുക, ആ ഉമ്മയെ നീ പരിചരിക്കുക. വല്ലാഹി തിന്മയെ കൊഴിച്ചു കളയുന്ന മാതാപിതാക്കളോടുള്ള നന്മയെക്കാൾ തിന്മയെ ഇല്ലാതാക്കി കളയുന്ന മറ്റൊരു നന്മയും പഠിപ്പിക്കപ്പെട്ടതായി ഞാൻ കേട്ടിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ഉമ്മമാര് ജീവിച്ചിരിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്.
ഉപ്പമാര് ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഒരേ സമയം ഭാഗ്യവും ഒരേ സമയവും പരീക്ഷണവുമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വെറുപ്പാണ് നിങ്ങൾക്ക് ഉമ്മാനിപ്പാനെ വെറുപ്പിച്ചാൽ മതി, അല്ലാഹുവിന്റെ തൃപ്തിയാണ് നിങ്ങൾക്ക് ഉമ്മാനിപ്പാനെ തൃപ്തിപ്പെടുത്തിയാൽ മതി. എത്ര ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ അവസരം. ആ അവസരം കളഞ്ഞു പിടിക്കുന്ന ആളുകൾ ഭാഗ്യഘട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഭാഗ്യഘട്ടവര്. പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയോ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി സൈനുൽ ആബിദീൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. ഒരു താബിഈൻ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ മോനാണ്. കർബല യുദ്ധത്തിൽ അദ്ദേഹത്തിന് 24 വയസ്സാണ്. 24 അദ്ദേഹം ശക്തമായ പണിയായതുകൊണ്ട് ആ കർബല യുദ്ധത്തിന്റെ രണഭൂമിയിലേക്ക് അദ്ദേഹം ഇറങ്ങിയില്ല. അതുകൊണ്ട് അദ്ദേഹം ബഖീ, അദ്ദേഹം അവശേഷിച്ചു. ആ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം വല്ലാത്തൊരു ആബിദായിരുന്നു. അദ്ദേഹം സ്വന്തം ചുമലിൽ റൊട്ടിയുടെ ഭാണ്ഡക്കെട്ടുകൾ വെച്ച് രാത്രി ആരും അറിയാതെ, ഇവരൊക്കെ രാത്രി പമ്മി പുറത്തിരുന്നത് കക്കാനോ അല്ലെങ്കിൽ വ്യഭിചരിക്കാനൊന്നുമല്ല, നന്മ ചെയ്യാനാണ്. നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി പാത്തും പതുങ്ങി ഇറങ്ങാണ്. എന്താ കാരണം? ഈ നന്മ വേറെ ആരും കാണരുത്, പടച്ചോൻ മാത്രമേ കാണാൻ പാടുള്ളൂ, അള്ളാഹു മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് നിർബന്ധബുദ്ധി അവർക്കുണ്ടായിരുന്നു. പാത്തും പതുങ്ങിയും നന്മ ചെയ്യാനിറങ്ങുന്ന മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചു. ഈ അലി സൈനുൽ ആബിദീൻ അദ്ദേഹം പ്രശസ്തനാണ് തന്റെ ഉമ്മയെ പരിചരിക്കുന്ന വിഷയത്തിൽ, തന്റെ ഉമ്മയെ പരിഗണിക്കുന്ന വിഷയത്തിൽ പ്രശസ്തനാണ് അലി സൈനുൽ ആബിദീൻ. പക്ഷെ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഉമ്മയെ നന്നായി പരിചരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇതുവരെ ഉമ്മയോട് ഒന്നിച്ചൊരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ലല്ലോ. കുടുംബക്കാരെ ചോദിച്ചാൽ ഒരിക്കലും അദ്ദേഹം ഉമ്മാന്റെ ഒന്നിച്ചിരുന്നൊരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കില്ല. കുടുംബക്കാരെ ചോദിച്ചു, അതെന്താണ് അലി, നിങ്ങൾ എന്താണ് അങ്ങനെ ഒരു പ്രവർത്തനം? അതൊക്കെ ഒരു സ്നേഹത്തിന്റെ ഭാഗമല്ലേ? പ്രത്യേകിച്ച് അറബികൾക്കിടയിൽ അതൊക്കെ ഒരു സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെ ഒക്കെ ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോ അലി സൈനുൽ ആബിദീൻ പറഞ്ഞ മറുപടി എന്തറിയോ? ഞാൻ എന്റെ ഉമ്മയോടൊത്തൊരു പാത്രത്തിൽ ഭക്ഷിക്കാത്തതിന്റെ കാരണം എന്റെ ഉമ്മ നോട്ടം വെച്ച് എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ഭക്ഷണത്തിന്റെ ഉരുള ഞാൻ എടുത്തു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ്. താബിഈകളിൽപ്പെട്ടൊരു പണ്ഡിതന്റെ വാക്കാണ്. എന്റെ ഉമ്മ ഒരു ഇറച്ചി കഷ്ണം ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ അത് അറിയാതെ ഞാൻ എടുത്തുപോയി. ആ അറിയാതെയാണെങ്കിലും ഞാൻ എന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുമോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ എന്റെ ഉമ്മയുടെ കൂടെ ഒരു തളികയിൽ ഭക്ഷണം കഴിക്കാനിരിക്കാത്തത് എന്ന് പറഞ്ഞ അലി സൈനുൽ ആബിദീൻ. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ എന്തൊക്കെ രീതിയിലുള്ള ഡയലോഗുകളാണ് ഉമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നത്. ഇനി ഉമ്മയുടെ വിഷയത്തിൽ പല സ്വഹാബിമാരും അല്ലാഹുവിന്റെ റസൂലിന്റെ പല അനുയായികളും ഉപ്പ താഴത്തെ നിലയിൽ ഉണ്ടാകുമ്പോൾ മുകളിലത്തെ നിലയിലൂടെ നടക്കാൻ അവർ തയ്യാറാവുന്നതാണ്. അത്രത്തോളം ഉപ്പയ്ക്ക് ഇഹ്തിറാം നൽകിയിട്ടുള്ളവർ. അത്രത്തോളം ബാപ്പയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരാൾ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറയാണ്, റസൂലേ, എന്റെ ഉപ്പ ആള് ശരിയില്ല, ബാപ്പ ആള് ശരിയില്ല, ബാപ്പാക്ക് എന്റെ സ്വത്തൊക്കെ വേണം, അതൊക്കെ തട്ടിയെടുക്കാനുള്ള പുറപ്പാടിലാണ്, അതിന്റെ പരിശ്രമത്തിലാണ് ബാപ്പ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. പ്രവാചകൻ ദേഷ്യം വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ ബാപ്പാനെ കൂട്ടിട്ട് വാ. ദേഷ്യത്തോടെ പറഞ്ഞു, നീ നിന്റെ ബാപ്പാനെ കൂട്ടിട്ട് വാ. അങ്ങനെ മനുഷ്യൻ ചെന്നു, ബാപ്പാനെ കൂട്ടി വന്നു. ബാപ്പാനെ കൂട്ടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദേഷ്യത്തിൽ തന്നെയാണ്. പ്രവാചകൻ സംസാരിച്ചത് ബാപ്പാനോടല്ല, പ്രവാചകൻ സംസാരിച്ചത് ഈ മകനോടാണ്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ചെറിയ വാചകങ്ങൾ മാത്രമാണ് പറഞ്ഞത്. നീയും നിന്റെ സമ്പത്ത് മിണ്ടി പോകരുത്. നീയും നിന്റെ സമ്പത്തും നിന്റെ ഒപ്പാക്കുള്ളതാണ്, മിണ്ടി പോകരുത്. സ്വന്തം പിതാവിനെ കുറിച്ച് എന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതി ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനോട് തിരിച്ചു പറഞ്ഞതാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പ ഒരു വൃത്തികെട്ട മനുഷ്യനാണ്, നമ്മുടെ വാപ്പ കള്ളുകുടിയനാണ്, നമ്മുടെ വാപ്പ കളവ് പറയുന്നവനാണ്, തട്ടിപ്പ് നടത്തുന്നവനാണ്. ഇതൊന്നും നമ്മുടെ വാപ്പയോട് മോശമായ ഒരു വാക്ക് പറയാനുള്ള സർട്ടിഫിക്കറ്റോ ലൈസൻസോ അല്ല. അല്ലാഹു തമ്പുരാന്റെ സത്യം, ഇത് ശറഅാണ് പറയുന്നത്, ദീനാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല സംസാരിച്ചു ഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവർക്ക് വാർദ്ധക്യമായി കഴിഞ്ഞാൽ എന്ന് കരുതി വാർദ്ധക്യം എത്താത്ത ബാപ്പമാരോട് തട്ടിക്കാനാന്നല്ല പറഞ്ഞത്. അവർക്ക് വാർദ്ധക്യമെത്തി അവർക്ക് നിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, നിന്നെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഒന്ന് മുടിവെട്ടാൻ പോണെങ്കിൽ മോനെ നിനക്ക് സമയമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, അവർക്ക് ജീവിതത്തിൽ മറവി സംഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ജീവിതത്തിൽ പേഴ്സണാലിറ്റി ഇല്ലാതായി തുടങ്ങിക്കഴിഞ്ഞാൽ, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിന്റെ സ്റ്റാൻഡേർഡിനൊത്തുള്ള സംസാരം അവർക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ, പല കുട്ടികൾക്കുള്ള പ്രശ്നമാണ് ഉപ്പാക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, ഉപ്പ എന്തൊക്കെയേ പറഞ്ഞാലേ ഉപ്പക്ക് എവിടെയാണ് എന്താണ് സംസാരിക്കണമെന്ന് അറിയില്ല എന്നൊരവസ്ഥ വന്നെത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് പലരും പല രീതിയിലും പരിഗണിക്കാൻ തുടങ്ങുക, അവിടെയാ പ്രതികരിക്കാൻ തുടങ്ങുക. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫലാ തഖുൽ ലഹുമാ ഉഫ്. ഛേ എന്ന നമ്മൾ പണ്ടേ കേട്ടത് ഛേന. ഉഫ് എന്ന് പറഞ്ഞാൽ ഛേ എന്ന വാക്കിനേക്കാൾ കുറേ താഴെയാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അസൗകര്യത്തിന് വേണ്ടി നീരസം പ്രകടിപ്പാൻ പറയുന്നത്, അസൗകര്യം ഉണ്ടാകുമ്പോ നിങ്ങൾ മരുന്ന് കുടിച്ചില്ലമ്മ നിങ്ങൾക്ക് കുടിക്കായിരുന്നു, ആ നീരസത്തെ കുറിച്ച് ഗുണം പറഞ്ഞത്. അല്ലാണ്ട് ചെട്ടൊക്കെ കുടിച്ചൂടെ എന്ന് പറയുന്ന ആ ഒരു ഉച്ചത്തെ കുറിച്ച് ഗുണം പറഞ്ഞത്. എന്ന വാക്ക് പോലും പറയരുത്, കയർത്ത് സംസാരിക്കരുത്, തുറക്കുന്നുണ്ടെങ്കിൽ മാന്യമായ വാക്ക് മാത്രം പറയാ. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മ എന്നർത്ഥം. തവാദു എന്ന താഴ്മയേക്കാൾ അതിനേക്കാൾ താഴ്മ നീ ചെറുതാണ്, നീ ഒന്നുമല്ല, ആ ഉപ്പയുടെയും മുന്നിൽ നീ ഒന്നുമല്ല എന്നൊരവസ്ഥയിൽ ഈ താഴ്മയോട് പെരുമാറണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പെരുമാറാൻ നിനക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ പെരുമാറുന്നതിൽ നീ പരാജയപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹുവിന്റെ അദാബ് പിടികൂടാൻ സാധ്യതയുള്ള തിന്മകളിൽ ഒന്നാണ് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ. രണ്ട് വിഷയത്തിലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്താൽ അത് ഈ ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അർത്ഥങ്ങൾ നമുക്ക് കാണിച്ചു തരും, അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് കാണിച്ചു തരും. മാതാപിതാക്കളെ ഉറപ്പിച്ചു കഴിഞ്ഞാലും ഈ ദുനിയാവിൽ തന്നെ അതിന്റെ അർത്ഥങ്ങൾ നമുക്ക് കാണിച്ചു തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാലോ, ജുബൈദിന്റെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടതല്ലേ. വലിയ ആരാധനായിരുന്നു, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി നാടും വീടും വിട്ട് മലമുകളിൽ പോയിട്ട് വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ചതിന് മറുപടി നൽകാൻ കഴിയാതിരുന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേശ്യപ്പെട്ടിന്റെ ആരോപണമാണ് പകരം കൊടുത്തത്. നമ്മളൊക്കെ എത്ര തവണ അവഗണിച്ചിരിക്കുന്നു, നമ്മളൊക്കെ എത്ര തവണ ഉമ്മയോട് കയറിയിരിക്കുന്നു. മാപ്പ് പറയണം പ്രിയപ്പെട്ടവരെ, മാപ്പ് പറയണം, അതിൽ നിന്ന് പിന്മാറണം. നിങ്ങൾക്കറിയോ, വൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം റസൂലിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച താബിഈ ആളാണ്. ആരാണ് സ്വഹാബി? സ്വഹാബി എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്യുകയും ചെയ്ത മനുഷ്യനെയാണ് സ്വഹാബി എന്ന് പറയുക. ആരാണ് താബിഈ? ഇസ്ലാം സ്വീകരിക്കുകയും സ്വഹാബികളെ കാണുകയും എന്നാൽ പ്രവാചകനെ കാണാൻ ഭാഗ്യം ലഭിക്കാതിരിക്കുകയും ചെയ്ത ആളാണ് താബിഈ. പക്ഷേ ഉവൈസുൽ ഖർനി ഒരു യമൻകാരനാണ്. അദ്ദേഹം റസൂലിന്റെ ജീവിതകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് പ്രവാചകനെ കണ്ട് ബൈഅത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അതുകൊണ്ട് താബിഈയാണ്. ആ താബിഈനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ പറഞ്ഞയച്ച് റസൂലിന് വിവരം കൊടുത്തു. ആ താബിഈനെ കുറിച്ച് ഉമറും അബൂബക്കറും ഉസ്മാനും അലിയും അടങ്ങുന്ന മഹാരഥന്മാരായ സ്വഹാബികളുടെ മുന്നിൽ ഇരിക്കുന്ന ആ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ട് ഈ താബിഈനെ കുറിച്ചുള്ള വിവരം കൊടുത്തു. എന്താ കൊടുത്തതെന്നറിയോ? അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ തഹിയ്യത്ത് അറിയിക്കാൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോട് വസിയത്ത് കൊടുക്കണം. മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞാൽ അല്ലാഹു അത് നടപ്പാക്കാതിരിക്കുകയും ചെയ്യില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടയാളം പറഞ്ഞു കൊടുത്തു. യമനിൽ നിന്നാണ് അദ്ദേഹം വരിക. അദ്ദേഹത്തിന്റെ കുടുംബ പേര് കർന്ന് ഗോത്രത്തിൽ നിന്നാണ് അദ്ദേഹം വരിക. അദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു നാണയത്തിന്റെ അളവിൽ കുഷ്ഠരോഗം വന്നിട്ട് ആ നാണയത്തിന്റെ അളവിലുള്ള അടയാളം മാത്രം അല്ലാഹു ബാക്കിയാക്കിയിട്ടുണ്ട്. സ്വഹാബത്ത് അന്വേഷിക്കാൻ തുടങ്ങി. റസൂലിന്റെ വഫാത്തിന് ശേഷം ഈ പറയുന്ന ഉവൈസുൽ ഖർനി വരുന്നുണ്ടോ എന്ന് സ്വഹാബത്ത് അന്വേഷിക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് വഫാത്തായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉവൈസുൽ ഖർനിയെ യമനിൽ നിന്നുള്ള യാത്രാ സംഘത്തിൽ കണ്ടെത്തി. അദ്ദേഹം ഉവൈസുൽ ഖർനിയെ കെട്ടിപ്പിടിച്ചു.
അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഹയ്യാത്ത് അറിയിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് തനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പൊറുക്കലിനെ തേടി. പിന്നീട് സ്വഹാബികളുടെ ഒരു ഒഴുക്കാണ് ഉവൈസുൽ ഖർനിയെ കാണാൻ. ഇതിനു വേണ്ടിയാണ് പൊറുക്കൽ തേടാൻ പറയുന്നതിന് വേണ്ടി സ്വഹാബികളുടെ ഒരു ഒഴുക്കാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ സ്വഹാബികൾക്കൊന്നും കൊടുക്കാത്ത ആ പ്രത്യേകത ആ മനുഷ്യന് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നത്? അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരാൻ കഴിയാത്തതിനൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം അദ്ദേഹത്തിന്റെ ഉമ്മയായിരുന്നു. ഉവൈസുൽ ഖർനിയുടെ ഉമ്മയായിരുന്നു അതിന് കാരണം. ഉവൈസുൽ ഖർനി ഒരുപാട് വട്ടം മദീനയിലേക്ക് പുറപ്പെട്ടതാണ് പ്രവാചകനെ കാണാൻ. പക്ഷേ തന്റെ ഉമ്മയുടെ രോഗം മൂർച്ഛിച്ചത് കാരണം അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട് ബൈഅത്ത് ചെയ്യാൻ അങ്ങേയറ്റം ആഗ്രഹമുണ്ടായിട്ടും തന്റെ ഉമ്മയെ ഈ അവസ്ഥയിൽ ഇട്ട് പിരിഞ്ഞു പോകാൻ പറ്റാത്തതിന്റെ വേദനയാൽ ഉവൈസുൽ ഖർനി അവിടെ നിന്നു, അവിടെ തന്നെ നിന്നു. പ്രിയപ്പെട്ടവരെ, അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ പ്രീതിയും തൃപ്തിയും ഉവൈസുൽ ഖർനിയുടെ മുകളിലേക്ക് ചൊരിഞ്ഞു കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഉവൈസുൽ ഖർനി എന്റെ പേരിൽ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അത് നടത്തി കൊടുക്കുമെന്ന് രാജാതിരാജനായ മാലികുൽ മുലൂക്കായ ജല്ലജലാലായ ഖാലിഖുൽ മഖ്ലൂഖായ അല്ലാഹു പറഞ്ഞു എന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയെ പരിഗണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അവന്റെ ഉപ്പയെ പരിഗണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വർഷം എപ്രകാരമാണ് ഉണ്ടാവുക എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ജിഹാദിന് പുറപ്പെടാൻ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, വലിയ കാര്യം പോലെ പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണീര് നോക്കാതെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകുക. നിങ്ങളുടെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ആ രണ്ട് വൃദ്ധരായ മനുഷ്യരുടെ കണ്ണുനീര് തുടച്ച് അവരെ ചിരിപ്പിക്കലാണ്, അവരെ സന്തോഷിപ്പിക്കലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജീവൻ പണയം വെച്ച് പൊരുതാവുന്ന ഒരു മനുഷ്യരെ പലയിടത്തും പറഞ്ഞേക്കാണ്. കുടുംബ ബന്ധങ്ങൾ ഏറ്റവും മഹനീയമായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്തത്, അവഗണിച്ചാൽ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആവർത്തിച്ച് പൊറുക്കലിനെ തേടുക. ജീവിച്ചിരിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ വലിയ അവസരമായി എടുക്കുക. അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. അവർക്ക് വേണ്ടി അവരെന്ത് ആഗ്രഹം പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ. അല്ലാണ്ട് ബർക്കത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. ശൈത്താൻ ഏറ്റവും കൂടുതൽ ഇടപെടാൻ സാധ്യതയുള്ള, തകർന്നു കാണാൻ പിശാച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, നോക്ക് നിങ്ങൾ ടിവിയുടെ റിമോട്ടിന്റെ പേരിൽ നടന്ന ചർച്ച, ആ ചർച്ചക്കൊടുവിൽ ഡിവോഴ്സിലേക്ക് എത്തിയ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ. ടിവിയുടെ റിമോട്ട് ആരും കൊടുക്കും. കളി കാണുമ്പോഴും അതുപോലെ റിയാലിറ്റി ഷോ കാണുന്ന സമയത്ത് ഞാൻ റിമോട്ട് പിടിക്കണോ അല്ലെങ്കിൽ നീ റിമോട്ട് പിടിക്കണോ, അതിൽ തുടങ്ങിയ ചർച്ച അവസാനം ഡിവോഴ്സിലെത്തുന്ന അവസ്ഥയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് ഒരു തരത്തിലുള്ള ടോളറൻസും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ആയിഷ ബീവിയായിട്ട് 2 ഓട്ട മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് വിവാഹ ജീവിതത്തിന്റെ തുടക്കത്തിലാണ്, 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഒന്നാമത്തേതിൽ ഒരാളെ ജയിച്ചു, രണ്ടാമത്തേതിൽ മറ്റൊരാളെ ജയിച്ചു. ഈ 2 ഓട്ട മത്സരങ്ങൾക്കിടയിലുള്ള സുന്ദരമായ ജീവിതത്തിന്റെ ആ നിറപ്പകിട്ടിൽ ഒരു മങ്ങലും വന്നിട്ടില്ല എന്നതാണ് ഈ 2 ഓട്ട മത്സരങ്ങൾ കാണിക്കുന്നത്. പള്ളിയിൽ വെച്ച് ആയുധ പയറ്റ് നടത്തുന്ന ഹബശികളുടെ ആ കളിയൊന്ന് കാണുന്നതിന് വേണ്ടി, അവരുടെ ആ പയറ്റും ആ ആയോധന കളിയൊന്ന് കാണുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളത്ത് താടി വെച്ചുകൊണ്ട് അതിങ്ങനെ നോക്കുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മുഖം നിങ്ങളൊന്ന് ആലോചിച്ചു പ്രിയപ്പെട്ടവരെ. എത്ര സുന്ദരമായ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. എത്ര സുന്ദരമായ ജീവിതമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരോ നോട്ടത്തിന്റെയും ഞരക്കത്തിന്റെയും അനക്കത്തിന്റെയും അടയാളങ്ങളുടെയും എല്ലാം അർത്ഥങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. മരിക്കാൻ മരണശൈലിയിൽ കിടക്കുന്ന സമയത്ത് കയ്യിൽ ഒരു മിസ്വാക്കും കടിച്ചു പിടിച്ചുകൊണ്ട് വന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് റസൂൽ ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ. ആ നോട്ടത്തിന്റെ അർത്ഥം ആയിഷക്ക് മനസ്സിലായി. ആയിഷ റളിയല്ലാഹു മനസ്സിലായി. ആയിഷ റളിയല്ലാഹു പ്രവാചകന്റെ ചെവിക്കടുത്തേക്ക് തന്റെ ചുണ്ടുകൾ അടുപ്പിച്ചിട്ട് ചോദിച്ചു, റസൂലേ, അങ്ങേക്ക് പല്ല് തേക്കണോ? അങ്ങനെ കാണിച്ചു, അതേ, പല്ല് തേക്കണം. ആ മിസ്വാക്ക് വാങ്ങിച്ചു. ആ മിസ്വാക്കിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് ചവച്ച് പദം വരുത്തി, സ്വന്തം വായിട്ട് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പല്ല് തേക്കൽ അവിടെയാണ് നടത്തുന്നത്.
നോക്ക് സുബ്ഹാനല്ലാഹ്, തന്റെ ഭർത്താവ് അങ്ങോട്ട് നോക്കി എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ആയിഷ സിദ്ദീഖ അവരുടെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു ഇങ്ങനെ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കും. സാധാരണ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, നീ ദേഷ്യം പിടിച്ചിട്ടുണ്ടെന്ന് പറയണമെന്നില്ല, നിനക്ക് സന്തോഷത്തിലാണെങ്കിൽ അതും പറയണമെന്നില്ല, അതല്ല പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കാണ്, നീ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നീ എന്തെങ്കിലും സംസാരിക്കുമ്പോ ഇബ്രാഹിമിന്റെ നാഥനായ അല്ലാഹുവിനെ കുറിച്ച് തൊട്ട് സത്യം എന്ന് പറയും. നീ നല്ല സന്തോഷത്തിലാണെങ്കിൽ, എന്നോടുള്ള ഇഷ്ടം കൂടിയിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ മുഹമ്മദിന്റെ റബ്ബായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം എന്ന് പറയും. ഇത് ആയിഷ റളിയല്ലാഹു പോലും ശ്രദ്ധിച്ചിരിക്കണം. ഇത് ആയിഷ റളിയല്ലാഹു പോലും അവർക്ക് നമ്മുടെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ്, ഇൻവോളണ്ടറി വരുന്നതാണ്, മനഃപൂർവ്വം പറയുന്നതല്ല, കരുതിക്കൂട്ടി പറയുന്നതല്ല. പക്ഷെ ആ സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരോട് ആയിഷ റളിയല്ലാഹു ചോദിച്ചു, ഒരിക്കൽ പ്രവാചകനെ, എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ, എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നമ്മുടെയൊക്കെ ഭാര്യമാര് നമ്മളോട് അങ്ങനെ ചോദിക്കുമ്പോൾ പലർക്കും എന്താണെന്നറിയോ, ഈർഷ്യതയാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് കുറേ ഇടപാടുകളും വേർപാടുകളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭാര്യ ചോദിക്കാൻ, നിങ്ങൾക്ക് എന്നോട് പഴയ ഇഷ്ടമൊന്നുമില്ലെന്ന് പറയുമ്പോൾ, ആ ഇഷ്ടമില്ല, നീ ആളോടെ പോയിരിക്കും എന്നാണ് മറുപടി അറിയുന്നത്. പക്ഷെ ഇത്രയേറെ ഭാരം തലക്കുണ്ടായ ഒരു മനുഷ്യൻ, ഇത്രയേറെ ഉത്തരവാദിത്തങ്ങൾ തലയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് ആയിഷ സിദ്ദീഖ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കാണ്, നബിയെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? റസൂലിന്റെ മറുപടി എന്താ അറിയോ? ആയിഷ, നിന്നോടല്ലാതെ പിന്നെ വേറെ ആരോടാണ് എനിക്ക് ഇഷ്ടം? എങ്കിൽ ആ ഇഷ്ടം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മുറുക്കി പിടിച്ച കയറ് പോലെ, അതൊരിക്കലും ആർക്കും പൊട്ടിക്കാൻ കഴിയില്ലെന്നാണ്. പിന്നീട് പ്രവാചകന്റെ മുഖം ഇങ്ങനെ വാടി കിടക്കുമ്പോ ആയിഷ റളിയല്ലാഹു വന്ന് ചോദിക്കുന്നതാണ്, റസൂലേ, ആ കയറിന് കുഴപ്പമൊന്നുമില്ലല്ലേ, ആ കയറിന് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നതാണ്. പറഞ്ഞു വന്നത് ഞാൻ അവസാനിപ്പിക്കാൻ അതിന് മുന്നേ, ഈ ഭാര്യാഭർത്തൃ ജീവിതം അല്ലാഹുവിന്റെ ഒരു പ്രത്യേക സിസ്റ്റമാണ്. ആ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിന്റെ തുടക്കത്തിൽ ഭാര്യയും ഭർത്താവിനെയും അടുപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള മെക്കാനിസം അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആ മെക്കാനിസം വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ അവർ ശ്രമിക്കണം. അവരുടെ മനഃപൂർവ്വമുള്ള ശ്രമം ഉണ്ടായെങ്കിൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. ശരിക്കും ഒന്ന് വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള ഭാര്യയും ഭർത്താവിനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുപ്പം തോന്നാൻ അവരൊന്ന് അടുത്തിരുന്നാൽ മതി, അവരൊന്ന് കൈപിടിച്ചാൽ മതി, അവരൊന്നും പരസ്പരം തൊട്ടാൽ മതി. അപ്പം തന്നെ തലച്ചോറിനും ഓക്സിറ്റോസിന്റെയും ഡോപ്പമൈൻ പോലെയുള്ള, അതുപോലെ തന്നെ സെറട്ടോണിൻ പോലെയുള്ള ഹോർമോണുകളുടെ അമിതമായ ഉത്പാദനം ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും, ഭയങ്കര അടുപ്പായിരിക്കും, അവർക്ക് പരസ്പരം വിട്ടുപിരിയാൻ തോന്നില്ല. പക്ഷെ വർഷങ്ങൾ ഇങ്ങനെ കഴിയും തോറും അതിങ്ങനെ കുറഞ്ഞു വരും. പക്ഷെ അതൊരിക്കലും ഇല്ലാതാവില്ല. ഒരു 10 വർഷം ഒരുമിച്ച് ജീവിച്ച ഒരു ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവർ വെറുതെ ഒന്ന് കൈപിടിച്ചാൽ ഓക്സിറ്റോസിന്റെ ഉത്പാദനം, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ പരസ്പരം ബോണ്ടിങ് നിർത്തുന്ന ഹോർമോണാണ്, പരസ്പരം ഒട്ടിപ്പിടിച്ച് നിർത്തുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ കുറച്ചു നേരം കൈപിടിച്ച് ഇരുന്ന് വെച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഉണ്ടാവും. എപ്പോ ഒരു ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ പരസ്പരം ആലിംഗനം ചെയ്യാം. ഇവിടെ പറയുന്നത് ലൈംഗികതയല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആലിംഗനം എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ ലൈംഗികതയിലേക്ക് പോകരുത്, അതല്ല പറയുന്നത്. സെക്സ് അല്ല പറയുന്നത്, അതല്ലാതെ സ്നേഹത്തോടെ ഭാര്യയും ഭർത്താവും ആലിംഗനം ചെയ്ത്, സയൻസ് പറയുന്നത് 20 സെക്കൻഡ് ആലിംഗനം നീണ്ടു കഴിഞ്ഞാൽ, ഒരു 20 സെക്കൻഡ് ആ ആലിംഗനം നീണ്ടു കഴിഞ്ഞാൽ അവരുടെ തലച്ചോറിൽ അവരുടെ വിവാഹ ജീവിതത്തിന്റെ തുടക്കത്തിലുണ്ടായ ഓക്സിറ്റോസിൻ ഹോർമോൺ അതേ അളവിൽ ഉത്പാദിപ്പിക്കണം. ഡോപ്പമൈൻ ഹോർമോണുകൾ അതേ അളവിൽ ഇതിന് രണ്ടിന്റെ വ്യത്യാസം നോക്കും. 10 കൊല്ലം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് വെക്കുന്നതിന് വേണ്ടി ചെറിയൊരു തുടക്കം ഉണ്ടാകുമ്പോൾ തന്നെ അതിന് കൂടുതലായി ഉത്പാദിപ്പിച്ചത്. എന്നാൽ 10 വർഷങ്ങൾക്കും ഇപ്പുറം ആ ബന്ധം കൊണ്ട് നടക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി ഭാര്യയും ഭർത്താവും തയ്യാറാവണം, ഒരുമിച്ചിരിക്കാൻ തയ്യാറാവണം, പരസ്പരം പുണരാൻ തയ്യാറാവണം, കൈകൊടിച്ചിരിക്കാൻ തയ്യാറാവണം, സംസാരിക്കാൻ തയ്യാറാവണം. പഠനം പറയുന്നത് അറിയോ,
രാവിലെ ജോലിക്കിറങ്ങുന്ന ഭർത്താക്കന്മാർ, ഭാര്യയ്ക്ക് ഒരു ചുംബനം കൊടുത്തുകൊണ്ട് ജോലിക്കിറങ്ങുന്ന ഭർത്താക്കന്മാരുടെ മൈൻഡ് ഡിസ്ട്രാക്ഷൻ 25% കുറയുന്നതാണ്. അതായത് അവർക്ക് ആക്സിഡന്റ് സംഭവിക്കാനുള്ള സാധ്യത 25% സൈക്കോളജിക്കലി കുറവാണ് എന്നാണ് സയൻസ് പറയുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും വെറുതെ അല്ലാഹു സൃഷ്ടിച്ചത്. പുരുഷന്റെ ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു ഫെറോമോൺ, ആ ഫെറോമോൺ സ്ഥിരമായി ശ്വസിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂഡ് സ്വിങ്സ് വരെ കുറയുന്നതാണ്. അവളുടെ മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമാവും. അതുപോലെ തന്നെ അവൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത. ഇത് ഇങ്ങനെയാണ് അല്ലാഹു പഠിച്ചിട്ടുള്ളത്, ഇങ്ങനെയാണല്ലോ അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യത്തെ ഒരു 10, 15, 20 വർഷം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും സ്വയം ശ്രമിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ശ്രമിക്കണം, സമയം കണ്ടെത്തണം. ആഗ്രഹം ഉണ്ടാവൂലേ ചിലപ്പോ, നമുക്ക് എന്തിനാണിത് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം ഉണ്ടായി വരിക, ഈ ഒരു ബന്ധം ഉണ്ടായി വരിക എന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വല്ലാത്തൊരു സിസ്റ്റാണ്. ഒരുമിപ്പിക്കാനുള്ള സംവിധാനം അല്ലാഹു ചെയ്തു. ഒരുമിച്ച് കഴിഞ്ഞാൽ അത് നിലനിർത്തേണ്ട ബാധ്യത നമ്മുടെ കയ്യിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കുമ്പോൾ പോലും ആ കാര്യം ശ്രദ്ധിച്ചത്. ആയിഷ റളിയല്ലാഹു വെള്ളം കുടിച്ചിട്ട് അതവിടെ വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് വെള്ളം കുടിച്ചിട്ട് അതവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ് എടുത്ത് പ്രവാചകൻ ആ പാത്രം എടുത്ത് വെള്ളം കുടിക്കുമ്പോൾ റസൂൽ ശ്രദ്ധിച്ചിരുന്നു. എവിടെയാണോ തന്റെ ഭാര്യയുടെ ചുണ്ടുകൾ തട്ടിയത് അതേ ഭാഗത്ത് തന്റെ ചുണ്ടുകൾ വെച്ച് വെള്ളം കുടിക്കാൻ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചത് എന്തിനെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബന്ധം പഠിച്ചോ നമ്മുടെ കയ്യിലേക്ക് വെച്ചതാണ്. അത് പെട്ടെന്ന് പറയുന്ന പടങ്ങ് മാത്രമാണ്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ നല്ല രീതിയിലുള്ള ദാമ്പത്യം മാത്രമേ നല്ല രീതിയിലുള്ള മക്കളെ വളർത്തുകയുള്ളൂ. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്ക്. ടെഡ് ബണ്ടിയെ പോലെ, തിയോഡോർ റോബർട്ട് ബണ്ടിയെ പോലെ, ജെഫ്രി ഡാമറിനെ പോലെയുള്ള ലോകം മുഴുവൻ ഭയപ്പെട്ട സീരിയൽ കില്ലേഴ്സ്, മനുഷ്യന്മാരെ കൊന്നിട്ട് അവരെ ചോർച്ചടിച്ചു കുടിച്ച മനുഷ്യന്മാരെ കൊന്നിട്ട് അവരുടെ ശരീരം പുഴുകേറി കഴിഞ്ഞതിന് ശേഷം ആ പുഴുകേറിയ ശരീരവുമായി ലൈംഗിക വീഴ്ച നടത്തിയ ലോകത്ത് കേളികെട്ട കുറ്റവാളികളൊക്കെ. ഈ കുറ്റവാളികളുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോൾ ഉമ്മയും ഉപ്പയും എന്നും തല്ലാണ്. അങ്ങനെ തല്ലി 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 കൗമാരപ്രായത്തിൽ അവർ തമ്മിൽ വേർപിരിയാണ്. അച്ഛനൊരു ഭാഗത്ത്, അമ്മ ഒരു ഭാഗത്ത്. അങ്ങനെ ജീവിച്ച മക്കളാണ് ലോകത്ത് വലിയ വലിയ കുറ്റകൃത്യങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടിന്റെ അകത്തളം നന്നല്ല എങ്കിൽ ആ വീട്ടിൽ നിന്ന് കിട്ടേണ്ട സമാധാനത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ആ വീട്ടിൽ നിന്ന് കിട്ടേണ്ട സമാധാനം പുറത്തുനിന്ന് കണ്ടെത്താൻ MDMയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാനുള്ള സാധ്യതയുണ്ട്. വഴിവിട്ട ബന്ധങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാൻ സാധ്യതയുണ്ട്. വീട്ടിലെ അന്തരീക്ഷം സുരക്ഷിതമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വീട് എന്നെന്നും അവർക്കൊരു സുരക്ഷാ വലയമായിരിക്കും, പ്രൊട്ടക്ഷൻ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉമ്മയും ഉപ്പയും മാതൃകയാവണം, ഭാര്യയും ഭർത്താവും മാതൃകയാവണം. അവരുടെ ജീവിതം കണ്ടിട്ട് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ, പെൺമക്കൾ ആഗ്രഹിക്കണം, ഇങ്ങനെയാണോ, ഇതാണോ വിവാഹ ജീവിതം, എങ്കിൽ ഈ വിവാഹ ജീവിതം എനിക്ക് കൂടി വേണം എന്നൊരു പെണ്ണ് ആഗ്രഹിച്ചാൽ പ്രിയപ്പെട്ടവരെ, വലിയ ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവുമായുള്ള ബന്ധവും മാതാപിതാക്കളുമായുള്ള ബന്ധവും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുമായുള്ള ബന്ധവും ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ, ഏറ്റവും നല്ല രീതിയിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.